ഹായ്, നമസ്കാരം. വി ആർ ഫ്രം ബോൺ TV. ഇന്ന് നമ്മൾ നിൽക്കുന്നത് കൊരട്ടിയിലെ ഇൻഡസ്ട്രിയൽ പാർക്കായ കിങ് ഫ്രൈയുടെ മുൻപിലാണ്. ഇന്ന് ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം: ഈ ലോകത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആരെയാണ്, എന്തുകൊണ്ട്? നമുക്ക് ഓരോരുത്തരെയായി സമീപിക്കാം. ഹായ് ചേച്ചി, ഒരു ചെറിയ ചോദ്യം. ചേച്ചിയുടെ പേരെന്താണ്? സരസ്വതി രവി. എന്ത് ചെയ്യുന്നു? ഞാനൊരു വീട്ടമ്മയാണ്, ഒരു പൊതുപ്രവർത്തകയാണ്. ഓ സൂപ്പർ. ഞങ്ങളുടെ ചോദ്യം ഇതാണ്: ഈ ലോകത്തിൽ ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആരെയാണ്? എന്റെ മക്കളെ. എന്തുകൊണ്ടാണ്? അവരിൽ എന്റെ ഭർത്താവിന്റെ അംശമുണ്ട്, എന്റെ അച്ഛന്റെ അമ്മയുടെ അംശമുണ്ട്, എന്റെ കുടുംബത്തിന് മൊത്തം അംശം എന്റെ മക്കളിൽ വരുന്നുണ്ടല്ലോ. ഓ റിയലി എ കളർഫുൾ ആൻസർ. സൂപ്പർ. താങ്ക് യു വെരി മച്ച് ഫോർ കോപ്പറേറ്റിംഗ് വിത്ത് us. താങ്ക് യു. ഇനി നമുക്ക് അടുത്ത ആളിലേക്ക് ചെല്ലാം. സാർ നമസ്കാരം. നമസ്കാരം. ഞങ്ങൾ ബോൺ TVയിൽ നിന്ന് വരുന്നതാണ്. ഓക്കെ. ഒരു ചെറിയ ചോദ്യം. സാറിന്റെ പേരെന്താണ്? ലാസർ. എന്ത് ചെയ്യുന്നു? ഞാൻ റിട്ടയർഡ് DSP ആയിരുന്നു. ഈ ലോകത്തിൽ സാറിന് ഇഷ്ടപ്പെട്ടത്, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആരെയാണ്? എന്താ സംശയം? അതെൻ്റെ ഭാര്യ തന്നെ. അതിന്റെ കാരണം ഒന്ന് പറയാമോ? അത് ഇത്രമാത്രമേ ഉള്ളൂ. എൻ്റെ എല്ലാമായ ഭാര്യ സുഖത്തിലും ദുഃഖത്തിലും എൻ്റെ വാശിയിലും ദുർവാശിയിലും എന്നോടൊപ്പം 38 വർഷം എൻ്റെ ജീവിതത്തിൽ പങ്കുചേർന്ന ഒരു വ്യക്തിയാണ്. ഓ സൂപ്പർ സൂപ്പർ. മാഡം പേരൊന്ന് പറയാമോ? എൻ്റെ പേര് ഷീബ. എന്ത് ചെയ്യുന്നു? ഞാൻ ഹൗസ് വൈഫാണ്. ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ആരെയാണ്? അത് എൻ്റെ അമ്മ തന്നെയാണ്. അതിന്റെ കാരണം ഒന്ന് പറയാമോ? കാരണം നമ്മളെ ചെറുപ്പം തുടങ്ങി കൈപിടിച്ച് നടത്തിയിരിക്കുന്നതും അതുപോലെ ഒരു കൂട്ടുകാരിയെ പോലെ എല്ലാം തുറന്ന് സംസാരിക്കാനും ഒക്കെ പറ്റിയിരിക്കുന്നത് എൻ്റെ അമ്മ തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ അമ്മയോടാണ് കൂടുതൽ താല്പര്യം. സൂപ്പർ. താങ്ക് യു വെരി മച്ച് സർ. താങ്ക്സ് എ ലോട്ട് ഫോർ കോപ്പറേറ്റിംഗ് വിത്ത് us. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാഡം. ഹായ് ചേട്ടാ. ചേട്ടാ ഒരു ചെറിയ ചോദ്യം. ചേട്ടന്റെ പേരെന്താണ് ചേട്ടാ? എന്ത് ചെയ്യുന്നു? ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. റിട്ടയർഡ് ഗവൺമെന്റ് സർവൻ്റ് ആണ്. ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരെയാണ്? സർവേശ്വരനെ. എന്തുകൊണ്ടാണ് സർവേശ്വരനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ കാര്യം? അവരുടെ എല്ലാ കാര്യങ്ങൾക്കും അവസാനമായി എത്തിച്ചേരുന്നത് സർവേശ്വരനാണ്. ഓ സൂപ്പർ സൂപ്പർ സൂപ്പർ. താങ്ക് യു വെരി മച്ച് ഫോർ കോപ്പറേറ്റിംഗ് വിത്ത് us. താങ്ക് യു വെരി മച്ച്. ചേച്ചി ഒരു ചെറിയ ചോദ്യം. ചേച്ചിയുടെ പേരെന്താണ്? കത്രീന. ചേച്ചിക്ക് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ആരെയാണ്? എനിക്കെന്റെ ഭർത്താവിനെയാണ് സാർ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം. അദ്ദേഹം എന്റെ ജീവനാണ് സാർ, എന്റെ കാണപ്പെട്ട ദൈവം. റിയലി എ സൂപ്പർ ആൻസർ. കൺകണ്ട ദൈവം. അദ്ദേഹത്തിന്റെ പേരെന്താണ്? മുരുകൻ. എന്റെ മുരുകണ്ണൻ, അവരാണ് എൻ്റെ ദൈവം. തമിഴ്നാട്ടിൽ നിന്നും റോഡ് പണിക്കായിട്ടാണ് മുരുകണ്ണൻ കേരളത്തിലെത്തുന്നത്. നല്ല പൊക്കം, ഇരുണ്ട നിറം, തടിച്ച ശരീരം. ഓ നൈസ് നെയിം, മുരുകണ്ണൻ. കത്രീനയുടെ ജീവനായ ഈ മുരുകണ്ണനെ ഞങ്ങൾക്കൊന്ന് കാണണമെന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ എവിടെയാണ്? അദ്ദേഹം ഇപ്പോൾ എൻ്റെ അനുജത്തിയുടെ ഭർത്താവാണ് സാർ. എൻ്റെ അനുജത്തിയുടെ 2 മക്കളുടെ അച്ഛനാണ് സാർ. എൻ്റെ മുരുകണ്ണൻ എൻ്റെ അനുജത്തിയും അവരുടെ 2 മക്കളുമായി സുഖമായി ജീവിക്കുന്നു സാർ. ഞങ്ങളുടേത് ഒരു പ്രേമവിവാഹമായിരുന്നു. എടാ മുരുക, പോയി ഒരു കുപ്പിയിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് വന്നേ. ശരി ചേട്ടാ. சார் சார் കുറച്ച് தண்ணி കൊടുക്കலாமா? இந்த இடத்துல ரோடு பணிக்கு வந்ததா? എന്നടാ തണ്ണിയാ? ആമാ സാർ. എടി കത്രീന, ആ തമിഴിനെ കുറച്ച് വെള്ളം എടുത്ത് കൊടുത്തേ.
ശരി മുതലാളി. എടാ നിന്റെ പേരെന്താടാ? സാർ മുരുകൻ സാർ. നിന്റെ ഊരൊക്കെ? തമിഴ്നാടാണ് സാർ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ആരുമില്ല സാർ, ഞാനൊരു അനാഥശാലയിലാണ് വളർന്നത്. റോഡ് പണി കഴിഞ്ഞ് താല്പര്യമുണ്ടെങ്കിൽ നീ ഇങ്ങോട്ട് പോരെ, നിനക്ക് പറമ്പിൽ പണി തരാം. ഓക്കെ, വരലാം സാർ. പിന്നെ തരികടയൊന്നും കാണിക്കരുത്. ഓക്കെ സാർ. ഇതിനിടയിൽ ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലായി. ഇവര് തമ്മിൽ ഇഷ്ടത്തിലാന്നാ തോന്നണേ. എടാ മുരുക, നീ ഇങ്ങോട്ട് വന്നേ. നിനക്ക് കത്രീനെ ഇഷ്ടമാണ്ടാ? ഇഷ്ടമാണ്. അവൾക്ക് പ്രായമായ ഒരു അമ്മയും ഒരു അനുജത്തിയും മാത്രമാണുള്ളൂ. അവരെ നീ നല്ല രീതിയിൽ നോക്കുവോ? നോക്കലാം സാർ. ശരി, ഞാനൊന്ന് ആലോചിക്കട്ടെ. മുതലാളിയാണ് ഞങ്ങളുടെ കല്യാണം നടത്തി തന്നത്. നല്ല ദിവസങ്ങൾ. എന്തേട് 2 ദിവസമായിട്ട് നിന്നെ കണ്ടില്ലല്ലോ, നീ എവിടെയായിരുന്നു? അത് മുതലാളി, ഹോസ്പിറ്റലിൽ പോയതാണ് ഇവളുടെ ഗർഭം കളയാനായിട്ട്. എന്ത് ഗർഭം കളയാനോ? അതെ മുതലാളി. മുതലാളി, കുട്ടികളുണ്ടായാൽ ചെലവ് കൂടുമെന്നാണ് കത്രീന പറയുന്നത്. ഇവളുടെ അമ്മയെയും അനിയത്തിയും നോക്കാൻ പൈസ തികയില്ല. ശരിയാ മുതലാളി. എന്തൊക്കെ പറഞ്ഞാലും ഗർഭം കളഞ്ഞത് ശരിയായില്ല. അതിനോട് എനിക്ക് യോജിക്കാൻ സാധിക്കുന്നില്ല. കൊച്ചിനെ നോക്കുന്ന കാര്യം ഒന്ന് പറഞ്ഞു നോക്ക്. എടാ മുരുക, എൻ്റെ മകൾ ദുബായിലുണ്ട്. അവൾക്ക് കൊച്ചിനെ നോക്കാനായിട്ട് ഒരാളെ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് 40,000 രൂപ ശമ്പളം കിട്ടും. നിങ്ങളുടെ സാമ്പത്തിക വിഷമങ്ങൾ മാറുകയും ചെയ്യും. അപ്പോൾ കത്രീനയെ വിടാൻ നിനക്ക് സാധിക്കുമോ? ശരി മുതലാളി. മുതലാളിയുടെ കൊച്ചിനെ നോക്കാനായിട്ട് ഞാൻ ദുബായിലോട്ട് പോയി. അതിനിടയിലാണ് കോവിഡിൻ്റെ പ്രശ്നം വന്നത്. വിമാന സർവീസുകൾ എല്ലാം നിർത്തി. എൻ്റെ അമ്മയും മരിച്ചു. കോവിഡ് കാരണം എനിക്ക് നാട്ടിലേക്ക് വരാൻ പറ്റിയില്ല. 2.5 വർഷത്തിന് ശേഷമാണ് ഞാൻ നാട്ടിലേക്ക് വന്നത്. മുരുകണ്ണ, മുരുകണ്ണ,
വെള്ളം തരാമോ സാർ? അവളെന്റെ അനുജത്തിയല്ലേ, എന്റെ രക്തം. എനിക്ക് അവളെ മറക്കാൻ പറ്റുമോ സാർ? എന്നെ വിട്ടുപോയെങ്കിലും എനിക്ക് അവരെ വെറുക്കാൻ പറ്റുമോ? അവർ എന്റെ ഭർത്താവിന്റെ മക്കളല്ലേ. ആ കുട്ടികൾ എന്റെ മക്കളാണ് സാർ. ഞാൻ പ്രണയിച്ച എന്റെ പുരുഷന്റെ മക്കൾ, എന്റെ മുരുകണ്ണന്റെ മക്കൾ. എൻ്റെ ജീവനെ അവൾ കൈയിട്ട് വാരി. ഇനി ആ ജീവനിൽ കൈവയ്ക്കാൻ എനിക്ക് പറ്റുമോ? ജീവനുള്ള കാലം വരെ ഞാൻ അവരെ നോക്കും. മനുഷ്യ മനസ്സിൻ്റെ ആഴമളക്കാൻ ആർക്കും കഴിയില്ല എന്ന് പറയുന്നത് എത്ര സത്യമാണ്. അവർ ഒരു സ്ത്രീ മാത്രമല്ല, സഹനത്തിൻ്റെ വലിയൊരു പാഠപുസ്തകം കൂടിയാണ്.